ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റൈസിന്റെ റെസിപ്പിയാണ് പുദീന റൈസ്. അപ്പൊ നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ്. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പിടി പുദീന കഴുകി വൃത്തിയാക്കിയതാണ്. കുറച്ച് മല്ലിയില, ചെറിയ 3 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുവാണേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതേപോലെ അരഞ്ഞു കിട്ടണേ. പുദീന റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിപ്പം നന്നായി ചൂടായി വന്നു. അതിലേക്ക് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തത്. സവാളയെല്ലാം നല്ലൊരു ഗോൾഡൻ കളറായി വരട്ടെ. സവാളയെല്ലാം പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, സവാളയെല്ലാം ഇതേപോലെ ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുദീനയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ വെള്ളമെല്ലാം പറ്റി എണ്ണയെല്ലാം മേളി വരുന്നിടം വരെ വഴറ്റി കൊടുക്കാവേ. വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 പിഞ്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോനാ മസൂരി റൈസ് ആണ്. ഇത് ഞാൻ 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റൈസാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ഇനി നമ്മുടെ പുദീന റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നിലക്കടല വറുത്തതാണ്. ഫ്രണ്ട്സ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.